സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയുന്ന പോലെയാണല്ലേ നാടൻ ഊണിൻ്റെ കാര്യം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള കറികൾക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ചക്ക മാങ്ങയുടെയൊക്കെ കാലമായി. അപ്പം മാങ്ങ വെച്ച് നമുക്കൊരു കൂട്ടാനുണ്ടാക്കാം. മാങ്ങ തിന്നുന്നതാണ് കേട്ടോ അത്. നമ്മൾ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കില്ലേ, ഹായ് നല്ല പുളി ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടാനായിട്ട് പച്ചമാങ്ങ അല്ലെങ്കിൽ ചനച്ച മാങ്ങ നന്നായി തൊലി കളഞ്ഞ് മുളക് പൊടി അല്ലെങ്കിൽ വത്തലമുളക് ഒന്ന് വറുത്തത് ഉപ്പും കൂടെ ചേർത്ത് നന്നായി അത് ആദ്യം അരയ്ക്കുക. അതിന് ശേഷം തേങ്ങയും മോരും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് മോര് ചേർത്ത് വേണമെങ്കിൽ അതൊന്ന് നേർപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ ചൂടാറിയ വെള്ളം ചേർത്താലും മതി. കാരണം നമ്മളത് ചൂടാക്കുന്നില്ലാത്തത് കൊണ്ട് ചൂടാറിയ വെള്ളം യൂസ് ചെയ്താൽ മതി. അതിനുശേഷം കടുക് വറുത്തിടുക. നന്നായിട്ട് ഉലുവാപ്പൊടിയും കടുകും കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് ഒരു വറവ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി കൂട്ടാനാട്ടോ. പിന്നെ നമ്മുടെ വാഴച്ചുണ്ട് കൊടപ്പൻ എന്നൊക്കെ പറയില്ലേ, അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി ഇച്ചിരി നേരം വയ്ക്കും. അരപ്പിനായിട്ട് പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ അതിടാം, ഒരു നുള്ള് ജീരകവും കൂടെ ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. അതിനുശേഷം കടുക് പൊട്ടിച്ച് ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം, ചെറിയുള്ളിയോ സവാളയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നന്നായി വഴറ്റി അതിനുശേഷം ഈ വാഴച്ചുണ്ട് അതിലേക്ക് ഇടുക. അതൊന്ന് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, നന്നായിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ആ ആവിയിൽ വെന്തോളും. അതിനുശേഷം ഈ അരപ്പിട്ട് തട്ടിപ്പൊത്തി കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്താൽ അടിപൊളി തോരൻ റെഡി. അതിനുശേഷം നമുക്ക് മോര് കാച്ചിയതുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കടുക് വറുത്ത് അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഉലുവപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മോരൊഴിച്ച് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം, പതഞ്ഞ് പൊങ്ങി വരരുത്, ഇളക്കിക്കൊണ്ടിരുന്ന് അതും റെഡിയാകും. അതിനുശേഷം ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക നന്നായിട്ട് അരിഞ്ഞ് തേങ്ങയില്ലാതെ ആട്ടോ ഞാൻ ഇത്തിരി കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് വഴറ്റി മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വെറുതെ ഇളക്കിയെടുത്തേ ഉള്ളൂ. തേങ്ങ വേണമെങ്കിലും ഇടാം. പിന്നെ സാമ്പാറുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആ ചക്ക ഇതാക്കിയപ്പം കുക്കർ അടുക്കി പിടിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഇച്ചിരി തേയില വെള്ളം ഇതിലേക്ക് നമ്മൾ അടുക്കി പിടിച്ച പാത്രത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ, എന്നിട്ട് നന്നായി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്രം നന്നായിട്ട് തിളങ്ങി വരും കേട്ടോ.